കോന്നി സ്വദേശിയായ ലിജു മിത്രൻ സംവിധാനം ചെയ്ത കലാം സ്റ്റാൻഡേർഡ് 5B എന്ന ചിത്രം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നു. വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന് ഇതിനോടകം നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കൂടി ലഭിച്ചതോടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സന്തോഷത്തിലാണ്. മികച്ച ബാലതാരങ്ങൾക്കുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡും കലാം സ്റ്റാൻഡേർഡ് 5Bയിലെ അഭിനേതാക്കളാണ് സ്വന്തമാക്കിയത്. പൗരത്വ നിയമ ഭേദഗതിയടക്കം രാജ്യത്ത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ചലച്ചിത്രമാണ് കലാം സ്റ്റാൻഡേർഡ് 5B. അറിവുകൊണ്ട് ഭയത്തെ എങ്ങനെ നേരിടാമെന്ന് ഈ ചിത്രം പ്രേക്ഷകന് കാട്ടിക്കൊടുക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും മനോഹരമായി സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. കോന്നി സ്വദേശിയായ ലിജു മിത്രൻ മാത്യു കഥയും തിരക്കഥയും ക്യാമറയും കൈകാര്യം ചെയ്ത ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും കോന്നി സ്വദേശികളായ ചെറുപ്പക്കാരാണ്. ഇതിനോടകം നിരവധി ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച കുട്ടികളുടെ ചിത്രമായി കലാം സ്റ്റാൻഡേർഡ് 5B തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ. നിങ്ങളുടെ അമ്മ എന്ത് വിശ്വസിച്ചു അത് അമ്മയും തുടങ്ങി. ഞങ്ങളെ നോക്കി നിങ്ങളും പഠിക്കുന്നു. നീ നോക്കിക്കോടി, നമ്മുടെ പിള്ളേർ പഠിച്ച് വലിയൊരു നിലയിലെത്തും. മികച്ച ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ 3 അവാർഡുകളാണ് 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരത്തിന്റെ ഭാഗമായി ചിത്രത്തിന് ലഭിച്ചതെന്ന് സംവിധായകൻ ലിജു മിത്രൻ മാത്യു പറയുന്നു. കലാം സ്റ്റാൻഡേർഡ് 5B പറ്റി പറയുമ്പോൾ അറിവ് കൊണ്ടെങ്ങനെ ഭയത്തെ മറികടക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിവൃത്തം. അല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കലാം എന്ന് പേരുള്ള ഒരു കുട്ടി അവൻ്റെ വീട്ടിലൊരു വലിയ പ്രശ്നം വരുമ്പോൾ അത് അവൻ്റെ അറിവ് കൊണ്ട് അവനതിനെ മറികടക്കുന്ന അവൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് സിനിമ പറയുന്നത്. പുരസ്കാരങ്ങൾ ഇപ്പോൾ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം ഫിലിം ക്രിട്ടിക്സ് അവാർഡിലും 3 നമുക്ക് കിട്ടി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം 17 അവാർഡുകൾ നമ്മളിപ്പോൾ പല സ്ഥലത്തുനിന്ന് പല രാജ്യത്തു നിന്നൊക്കെ ആയിട്ട് 17 അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉള്ള ഒരു ചെറിയ ചിത്രങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ കിട്ടുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് എത്തുകയും ഇതറിയുകയൊക്കെ ചെയ്യുന്നത്. അത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ആൻമരിയ ക്രിയേഷൻസിന്റെ ബാനറിൽ ടോം ജേക്കബ്, അജിത് എബ്രഹാം, ലജു ജോയി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. പ്രശസ്ത ചലച്ചിത്ര താരം ടോം ജേക്കബാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നിർമ്മാതാക്കളിൽ ഒരാളായ അജിത് എബ്രഹാം പറയുന്നു. സിനിമാ ഫീൽഡിലേക്ക് എടുക്കാനുള്ള പ്രചോദനം ഇതിന്റെ ഡയറക്ടറായ ലിജു മാത്യുവിന്റെ നിരന്തരമായ ഈ സിനിമയോടുള്ള അഗാധമായ ഒരു താല്പര്യം അവർക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനും ഈ ഉദ്യമത്തിന്റെ പങ്കാളികളാകുവാൻ ശ്രമിച്ചത്. വളരെ സന്തോഷമുണ്ട്. ഈ ചെറിയ സിനിമയ്ക്കും അത് പറഞ്ഞു വെക്കുന്ന കഥ വലുതാണെങ്കിലും ചെറിയ സിനിമ അതൊരു വലിയ അവാർഡുകൾ നേടിയതിൽ അത്യധികമായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വലിയ സിനിമകളുടെ കൂടെയാണ് മത്സരിച്ചത്. വലിയ നായകന്മാരുടെ ഉണ്ടായിരുന്ന സിനിമയിലൂടെയാണ് എളിയ സിനിമയും കടന്നുപോയത്. ഇപ്പോൾ 3 പുരസ്കാരങ്ങളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ ദേവാസിലും പരിസര പ്രദേശങ്ങളിലുമായാണ് സിനിമ ചിത്രീകരിച്ചത്. വർഗീയ കലാപങ്ങൾ കുട്ടികളുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് കലാം സ്റ്റാൻഡേർഡ് 5B. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.